ഇഡ്ഡലി കൊണ്ടുവന്ന അമ്മച്ചി. യോന് കാറ് പഠിപ്പിച്ചാല് പഠിപ്പിച്ചു കൊടുക്കുക. ഉഷാറായില്ലേ? സൂപ്പറായില്ലേ? ഇല്ല ഇപ്പോൾ വേനുണ്ടോ? ഇന്നലെ ഞാനും പപ്പിയും മമ്മിയും ആരും ഇറങ്ങിയിട്ടില്ല. അറിയാനക്ക് മോന് മോർണിംഗ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ രണ്ടാമത്തെ ഡേ ആണ് നമ്മളെ. അപ്പോൾ അവനിത് ആട്ടിറച്ചി ഉണ്ട്, അതുപോലെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലി പിന്നെ പുട്ടും വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ട്, അവന് പുട്ടും വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഇഡ്ഡലി കൊണ്ടുവന്ന അമ്മച്ചി. ഇഡ്ഡലി ഉണ്ടല്ലോ. അപ്പോൾ അസ്മോൻ ഇതാ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ രാവിലെ ഇതാ കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 പീസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കോഴിമുട്ടായിട്ടും അവനെന്താണോ തോന്നുന്നത് അതപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ മോർണിംഗ് ഇപ്പോൾ രാവിലെ നമ്മൾ ഒക്കെ കഴിക്കുന്ന കടി തന്നെയാണ് കൊടുക്കൽ. പിന്നെ അതിന് ശേഷം നമ്മൾ ബ്രെഡോ അല്ലെങ്കിൽ പഴം വാട്ടിയതൊക്കെയാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് പുറത്ത് പോകണം, പുറത്ത് പോയിരിക്കാൻ വലിയ ആഗ്രഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി മുന്നിൽ കൊണ്ടുപോയിട്ട് അവന് കാർ ഓടിപ്പിച്ചൊക്കെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അവന് കാറ് പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ ഇരുന്നോ? അവന് കാറ് പഠിപ്പിച്ചു കൊടുക്കല്ലേ. ഈ കാർ ആരുണ്ടെന്ന നസൂനി? ആര് കൊണ്ടു തന്നേ? നീ ബാക്കിക്കുള്ള ഇതടിക്ക്. അല്ല ഇതാര് കൊണ്ടു തന്നെ പറഞ്ഞോണ്ടാ? അബുല്ലേ? എന്റെ അബുക്കാ കൊണ്ടുവന്നല്ലേ? മീൻ കുട്ടിയോ? എന്നെ കുത്തുണ്ടോ? ഇത് അട്ടത്തിക്കല്ല ഇങ്ങനെ വിളി. എടാ ഇത് അതിന് നേർക്കാക്ക്. ഏത് വണ്ടിയോ? വണ്ടിയൊക്കെ ഏതാണ്ട് വേണമെങ്കിൽ വിളിച്ചാ. ഏതാണ് സാധനം? എന്റെ കാലിലൊക്കെ തട്ടുണ്ടല്ലോ. എടാ എന്റെ കാലിന് എന്തിനാ തട്ടണേ? പിന്നെ അസൂനിതാ നാടൻ കോഴിയുണ്ട്. നമുക്കിതാ ചിരകോഴി വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ ഒരു കോഴിനെ നമ്മൾ അറുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ കോഴി ഡാൻസ് കളിക്കുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിതാ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ് ടാസ്ക്. നല്ല എല്ലായിരിക്കും. കാരണം നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കനായിട്ടിലും നല്ല ഹാർഡായിട്ടുള്ള എല്ലായിരിക്കും. കട്ട് ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിധത്തിൽ ഞാനിതാ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. കത്രികയൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നല്ല എല്ലുള്ളതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ഇതാവാൻ പണിയാണ്. അപ്പോൾ ഇക്കയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് തരുന്നത്. കാരണം എനിക്കിത് പറ്റുന്നില്ല, ഭയങ്കര എല്ലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇക്ക ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ലീവായിരുന്നു. ഹസുവിനെ നോക്കാൻ വേണ്ടി ലീവ് എടുത്താണ് കേട്ടോ. കാരണം ഹസു എന്ന് പറഞ്ഞാൽ പപ്പൻ്റെ കുട്ടിയാട്ടോ, ഭയങ്കര ഇഷ്ടമാണ് പപ്പ. പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ വെളുത്തുള്ളി, പച്ചമുളക്, കുറേ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞി പാത്രം നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇതാ കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് വെക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിക്ക് ഞാനിതാ ചിക്കൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ കുഞ്ഞുള്ളിയില്ലേ അത് ചെറിയതായിട്ട് അരിഞ്ഞതോടെ ഞാൻ ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇടുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം ഞാനിത് ആ ഒരു ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ അതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതാ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. തേങ്ങാപ്പാലിലാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ നല്ല മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് എന്തൊരു സാധനവും മൺചട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുക ചിലപ്പോൾ ചൂടാവാൻ മാത്രമേ മൺചട്ടിയിൽ പണിയുള്ളൂ, പക്ഷെ അത് ചൂടായാലും നല്ല ടേസ്റ്റും സംഭവമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. ഞാനിത് ഗ്യാസിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുക്കറിലല്ല, ഇന്ന് നമ്മളിതാ ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനിതാ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൺചട്ടി ഇങ്ങോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിൽ വെച്ചിട്ടാണ് നല്ല രീതിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇനിതാ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ജീരക കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ചീനിച്ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ഉലുവ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഉലുവയും പിന്നെ ജീരകവും പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വറുത്തെടുത്തിട്ട് ഇതെല്ലാം കൂടി ഞാൻ ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ പൊടിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതോടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ ഞാനിതാ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളിതോടെ ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് വെള്ളത്തിലല്ല നമുക്ക് വേണ്ടിയിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഇട്ടതിന് ശേഷം 2-3 താള തിളച്ചതിന് ശേഷം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ടതിലേക്ക് കുറച്ച് ഐറ്റംസ് മതി. പക്ഷെ നാടൻ കോഴിയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അധികം എല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ തൂമ്പിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ലെഗ് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നോർമലി ചിക്കൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ടൈമിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട, നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ മതി. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. എത്രത്തോളം ക്വാണ്ടിറ്റി കൂട്ടുന്നു അത്രത്തോളം നല്ല അടിപൊളി തന്നെ ആയിരിക്കും. അതിനുശേഷം ഞാനിതാ ഈവനിങ് ആയപ്പോൾ ഹസ്മോൻ നൊട്ടലി അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡും ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ന്യൂട്രല്ല. അപ്പോൾ ആളത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ബ്രെഡിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഹസ്മോൻ ഇതാ ബ്രെഡിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ് നൂഡിൽസ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇക്കാക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഹസ്ബൻഡിന് ഓർലീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഈവനിങ് സ്പെഷ്യൽ കേട്ടോ അവന് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ അപ്പോൾ അതാ നമ്മൾ 3 അടുപ്പിലായിട്ട് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇതാ ചായ വെച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് നൂഡിൽസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ഹസുവിന് ഓർലിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 അടുപ്പിലും നമ്മളിതാ അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇക്കാക്ക് ന്യൂട്രല ബ്രെഡും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ അതാ ചായക്ക് പൊടി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഓർലിക്സും ഉണ്ടാക്കി. അങ്ങനെ 3 ആണ് ഇന്ന് ഈവനിങ് സ്പെഷ്യൽ കേട്ടോ. ഇതാ ചായ, നൂഡിൽസ് ചായ ഇതാ കുടിച്ചോളൂ. വേറെ എന്തേ വേണോ? ഞാൻ കോഴിമുട്ട കഴിക്കല്ലേ മകൻ്റെ കൂടെ നിങ്ങൾ തടിക്കുമോ? അപ്പോൾ ഇതാ ഹസ്ബൻഡ് ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതാ ബുള്ളറ്റ് ഒന്നുകൂടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ചമ്പവറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അന്നൊരു ദിവസം എടുത്തതായിരുന്നു ബുള്ളറ്റ്, അതിന് ശേഷം എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം കൂടി ഒന്ന് ഗ്രൗണ്ടിലും റോട്ടിലൊക്കെ നിറക്കിയതിന് ശേഷം മെയിൻ റോട്ടിലേക്ക് കാര്യമായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതാ ഫസ്റ്റായിട്ടാണ് റോട്ടിലേക്ക് ഇതാ നമ്മൾ ബുള്ളറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ബുള്ളറ്റ് ഓടിക്കണം, പഠിക്കണം എന്ന്. അപ്പം എന്തായാലും അൽഹംദുലില്ലാഹ് ആ ഒരു ആഗ്രഹം സാധിച്ചിട്ടോ. ബുള്ളറ്റൊക്കെ ഓടിച്ച് വന്നതിന് ശേഷം നൈറ്റിൽ അവന് ചോറ് വേണ്ട, പഴം വാട്ടിയത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിതാ നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവന് നെയ്യ് ഇങ്ങനെയൊക്കെയല്ലേ കൂടുതലായിട്ട് കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച് നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലാണ് ഞാനൊരു പഴം വാട്ടിയെടുക്കുന്നത്. ഒരു പഴം എടുത്തിട്ടുള്ളൂ, അത് നല്ല കുറച്ച് ലെങ്ത്തായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഹസുമോനെ നോക്കിയിരിക്കുന്ന പരിപാടിയാണ്. തന്നെ ഉറക്കമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്. ഉറങ്ങാതെ ഞാൻ എത്രയും നോക്കും, പക്ഷെ ഉറക്ക് വന്നാൽ അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതാ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഹസുമോനെ തട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കാവലിരിക്കുന്ന പണിയാണ്. പക്ഷേ ഭയങ്കര ഉറക്കം വരും കേട്ടോ. കണ്ടില്ലേ പിന്നെ കണ്ണൊക്കെ ആകെ ചെറുതായി ആകെ എന്താ പറയുക ഭയങ്കര ഉറക്കം വന്നിട്ടുണ്ട്. പക്ഷേ അത് പറ്റില്ലല്ലോ, നമുക്ക് ഉറക്കം വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആള് ഭയങ്കര ഇപ്പോൾ ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. നല്ല നീരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കാലം അങ്ങോട്ടും കൂടി തട്ടുന്നതും കൈയൊക്കെ അങ്ങോട്ടും കൂടി കുടയുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്തി ഇങ്ങനെ ഉറക്കം ഒഴിച്ച് വെയിറ്റ് ചെയ്യണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഉറക്കം വരാൻ കുറച്ച് പണിയാണ്. ഉറക്കം വന്നാലോ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നെ എപ്പോഴും കളിയാക്കുന്നതാണ്, നീ ഉറങ്ങിയാൽ പിന്നെ നിന്നെ ആളുകൾ എടുത്തു കൊണ്ടായാലും ഒരു ഭൂമികുലുക്കുണ്ടായാലും ഞാനറിയില്ല എന്ന് പറയും. അത് ശരിയാണ്. കാരണം എത്ര സൗണ്ട് ഉണ്ടായാലും ഉറങ്ങിയാൽ പിന്നെ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാവില്ല, അത്രയും ഒരു ഇതിൽ കിടക്കുള്ളൂ ഞാൻ. പക്ഷേ അതിന് വേണ്ടി നേരെ ഓപ്പോസിറ്റാണ്. ഒരു പക്ഷിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാറ്റ അതിലൂടെ പാറിയാൽ മതി എണീക്കും കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ പ്രകൃതി അതാണ്. അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ഉറക്കം വെച്ച് വെയിറ്റ് ചെയ്തിട്ട് ആൾക്ക് തീരെ ഉറക്കം കിട്ടാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ ഒരു 10 മണിയാകുമ്പോൾ താഴെ പോയിട്ട് കിടന്നിട്ട് ഏകദേശം 2 മണി 3 മണിയാകുമ്പോൾ
എൻ്റെ അടുത്തേക്ക് വരും, പിന്നെയാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ അങ്ങനെയാണ് ഉറങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്നും ഇക്ക ഒരു 2 മണിയാകുമ്പോൾ വരാം, അതുവരെ നീ ഉറക്കം വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് എനിക്ക് കണ്ടില്ലേ നേരത്തെ തന്നെ ഉറക്കം വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും, ഉറക്കിൻ്റെ ഭ്രാന്താണ് എനിക്ക്, ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്കം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പം പെട്ടെന്ന് ഉറങ്ങൂല. ഞാൻ ഏകദേശം നോർമലി ഒരു 11 മണി 12 മണി വരെയൊക്കെ കുറച്ച് നേരമൊക്കെ പിടിച്ചേക്കും. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു സിറാണ് കേട്ടോ. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സിറം, ഫേസ് സിറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. കുറേ ദിവസമായി ഒരു സിറം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ നല്ല റിവ്യൂ ഉള്ളതുകൊണ്ട് റോസ് വെപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. എത്രത്തോളം അടിപൊളിയാണെന്നൊന്നും അറിയില്ല, എന്നാലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്നും നൈറ്റിലിപ്പോൾ തേക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ റെഡ് ബുള്ളാണ് കേട്ടോ. ഇത് നല്ല ഉറക്കം വരാതെക്കാനൊക്കെ ബെറ്ററാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ കുടിക്കുന്നതാണ്, നല്ല എനർജിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവച്ച് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇക്കതാ എനിക്ക് പുതിനൻ്റെ ലിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഗ്ലാസ്സിൽ കുറച്ച് പുതിനൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇത് കുടിച്ചാൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഇത്ര റേറ്റ് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. 120 150 അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഞാനിത് ഫസ്റ്റ് ആയിട്ടാണ് കുടിക്കുന്നത്. പക്ഷേ നല്ലൊരു എനർജിയൊക്കെ കിട്ടും, അതുപോലെ തന്നെ ഉറക്കിനൊക്കെ കുറച്ചൊരു ഇതുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അമ്മേ.